everyone. നമ്മുടെ SSC MTS എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് വൊക്കാബ് ഷോർട്സ്. വൊക്കാബുലറി സീരീസ് ആണ്. അപ്പൊ അതിന്റെ ഡേ 3 ആണ് ഇന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ആദ്യം തന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഇഡിയംസ് ആണ് നോക്കുന്നത്. ഇഡിയംസിന്റെ ഓരോ ഇഡിയംസും അതിന്റെ മീനിങ്സും പിന്നെ അതിന്റെ പിന്നിലുള്ള ബാക്ക് സ്റ്റോറി ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 10 ഇഡിയംസ് നമ്മൾ ഇന്ന് പഠിക്കും. അതൊക്കെ മറന്നുപോലെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇഡിയം നോക്കാം. ബ്രേക്ക് എ ലെഗ്. ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ? ബ്രേക്ക് എ ലെഗ്, കാലൊടിക്കുക, ആ മീനിങ് ആണോ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ വേ ടു വിഷ് സംവൺ ഗുഡ് ലക്ക് എസ്പെഷ്യലി ബിഫോർ എ പെർഫോമൻസ്. എക്സാമ്പിൾ ബ്രേക്ക് എ ലെഗ് ഓൺ യുവർ പ്രസന്റേഷൻ ടുഡേ. അതായത് ഒരു പെർഫോമൻസിന് മുന്നേ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറയത്തില്ലേ, അതായത് ഒരു വെൽ വിഷിംഗ് ആണ് ഈ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഫ്രേസ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ബാക്ക് സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, സ്റ്റേജിൽ കയറുന്ന മുന്നേ ആയിട്ട് നമ്മൾ ഗുഡ് ലക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് ഇതൊക്കെ പറയത്തില്ലേ, അത് ബാഡ് ലക്ക് ഉണ്ടാക്കും എന്നൊരു ബിലീവ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് മീനിങ് ആയിട്ട് വരുന്ന ബ്രേക്ക് എ ലെഗ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താ പറയാ, ഇൻഡയറക്റ്റ് ആയിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുമല്ലോ. അപ്പം ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആണ്. അപ്പം ആ ഒരു കാര്യം സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് പറഞ്ഞാൽ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നൊരു ഫ്രേസ് ആണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. അപ്പം ഗുഡ് ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം അല്ലെങ്കിൽ എന്താ ഒരു വെൽ വിഷിംഗ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ആണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. അതിനിവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിള് ബ്രേക്ക് എ ലെഗ് ഓൺ യുവർ പ്രസന്റേഷൻ ടുഡേ. അപ്പൊ ഇന്നത്തെ പ്രസന്റേഷനിൽ ബ്രേക്ക് എ ലെഗ്, ഗുഡ് വിഷസ്, അതായത് പ്രസന്റേഷന് വേണ്ടിയിട്ട് ഒരു ഗുഡ് വിഷസ് എന്താ പറയാ, ആ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കുന്ന ആ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് ബ്രേക്ക് എ ലെഗ് ആണ്. ഓക്കെ, അടുത്തത് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഇപ്പൊ ഇവിടെ മീനിങ് കൊടുത്തേക്കുന്നത് ടു അവോയ്ഡ് ഡിസ്കസിങ് ദ മെയിൻ ടോപ്പിക് സ്പീക്കിംഗ് ഇൻഡയറക്ട്ലി. അതായത് മെയിൻ ടോപ്പിക് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു ചുറ്റിയൊക്കെ സംസാരിക്കുക. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. അതായത് പണ്ട് ഈ ഹണ്ടേഴ്സ് ഉണ്ടല്ലോ, ഹണ്ടേഴ്സ് വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അവര് ബീറ്റേഴ്സിനെ കൊണ്ടുവരും. അതായത് ഈ ബുഷ് ചെടികളൊക്കെ ബീറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതെന്താ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രേ, അതായത് ആ ഒരു പ്രേ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ജീവികളെയൊക്കെ ഇങ്ങനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ബീറ്റ് ദ ബുഷ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ഫ്രേസ് ആണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ്. അപ്പൊ അതെന്ന് വെച്ചാൽ വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് വരിക, ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്. അതായത് വളഞ്ഞു ചുറ്റാതെ ശരിക്കും എന്താണ് ഉണ്ടായെന്ന് പറയൂ, ആ ഒരു മീനിങ്ങിലാണ് ഇവിടെ പറയുന്നത് സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത് എന്താ? വളഞ്ഞു ചുറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക എന്നുള്ള മീനിങ്. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, വളഞ്ഞു ചുറ്റി പറയുന്നത് നിർത്തിയിട്ട് ആൻഡ് ടെൽ മീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ്, എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് പറയും, ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അടുത്തത് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. അപ്പം സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തുളുമ്പിപ്പോയ പാൽ. അപ്പൊ അതിനു വേണ്ടി കരയാതിരിക്കുക, അങ്ങനെ ഒരു മീനിങ് വരുന്ന ഒരു ഇഡിയമാണിത്. അപ്പൊ ഇവിടുത്തെ മീനിങ് നോക്കാം. ടു കംപ്ലൈൻ അബൌട്ട് എ ലോസ് ഓർ മിസ്റ്റേക്ക് ഫ്രം ദ പാസ്റ്റ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. അതായത് പണ്ടുണ്ടായ പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും ഒരു തെറ്റ് കാരണം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിപ്പിക്കുക. എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല, ഓൾറെഡി സംഭവിച്ചു പോയ കാര്യമാണ്. അപ്പൊ അതിനെ ഓർത്ത് വിഷമിക്കുന്നതിനെയാണ് ഇവിടെ എന്താ പറയാ, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും തുളുമ്പിപ്പോയ പാൽ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ പോയത് തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ആ ഒരു മീനിങ് ആണ് ഇവിടെ. അതായത് സംഭവിച്ചു പോയ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് യൂസ്ലെസ് ആണ്, ആ ഒരു മീനിങ്ങിലാണ് ഈ എക്സ്പ്രഷൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് ഇവിടെ ടു കംപ്ലൈൻ അബൌട്ട് എ ലോസ് ഓർ മിസ്റ്റേക്ക് ഫ്രം ദ പാസ്റ്റ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. There is no use crying over spilt milk. Let's focus on moving forward. അതായത് മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ട് പോവുക, ഒരു കാര്യത്തിൽ നോക്ക്. അല്ലാതെ എന്താ പറയാ, തുളുമ്പി പോയ പാൽ ഓർത്ത് വിഷമിക്കാതിരിക്കുക, കഴിഞ്ഞു പോയ സംഭവം, ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് വിഷമിക്കാതെ ഇനിയുള്ള കാര്യങ്ങൾ നോക്കുക, ആ ഒരു മീനിങ്ങിനാണ് പറയുന്നത്. അപ്പൊ അടുത്തത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. നമ്മളിങ്ങനെ പറയത്തില്ലേ, മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത്. അതായത് ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം, അത് ഉണ്ടാവും എന്നൊരു തോന്നല്, അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹോപ്പ് കൊടുത്ത് അതിനെ എന്താ ഓവറായിട്ട് നമ്മൾ ബിലീവ് ചെയ്തിരിക്കരുത്, ആ ഒരു കാര്യമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അപ്പം വിരിയുന്നതിന് മുന്നേ മുട്ട എണ്ണി നോക്കിയിട്ട് ഇത്രയും
കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിൽ എത്രയൊക്കെ ഉണ്ടാവും, എത്രയൊക്കെ ചത്തു എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. ഡോണ്ട് മേക്ക് പ്ലാൻസ് ബേസ്ഡ് ഓൺ സംതിങ് ഗുഡ് ദാറ്റ് ഹാസന്റ് ഹാപ്പൻഡ് യെറ്റ്. ഇതുവരെ സംഭവിക്കാത്തൊരു നല്ല കാര്യത്തെ ബേസ് ചെയ്തിട്ട് പ്ലാൻസ് ഒന്നും ഉണ്ടാക്കരുത്. അവസാനം ആ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ വെറുതെ ആവില്ലേ? ഗീവ് വേസ് ടു ഗ്രീഫ് അല്ലേ? അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ് ബിഫോർ സെലിബ്രേറ്റിംഗ് യുവർ പ്രൊമോഷൻ. അതായത് റിസൾട്ട് നോക്ക്, പ്രൊമോഷൻ, അതായത് പ്രൊമോഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഓർത്താ, എനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് ഓർത്ത് സെലിബ്രേറ്റ് ചെയ്യാതെ പ്രൊമോഷൻ കിട്ടുന്നത് വരെ കാത്തിരിക്കുക. ആ ഒരു കാര്യമാണ് പറയുന്നത്. അടുത്തത് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ മേഘത്തിനും ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും. അതായത് മേഘം എന്ന് പറയുമ്പോൾ നമ്മൾ പൊയറ്റിക്കലി യൂസ് ചെയ്യുന്നത്, അതായത് വിഷമമുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പം കാർമേഘത്തോട് നമ്മൾ എന്താ പറയാ കമ്പയർ ചെയ്ത് പറയാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാ ക്ലൗഡിനും ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും. സിൽവർ ലൈനിങ് എന്ന് വെച്ചാൽ എന്താ? ക്ലൗഡിന്റെ പുറകെ സിൽവർ ലൈനിങ് നമ്മൾ കാണുന്നത് എപ്പോഴാ? പുറകിൽ നിന്ന് വെളിച്ചം വരുമ്പോഴല്ലേ? അതുപോലത്തെ ഒരു ഹോപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണത്. അതായത് എല്ലാ ക്ലൗഡിന് പിന്നിലും ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും. ഏത് ബാഡ് സിറ്റുവേഷൻ, എത്ര മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാലും അതിന്റെ പിന്നാലെ ഒരു നല്ല കാലം വരും. ആ ഒരു ഹോപ്പ്, ആ ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ആണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് നമുക്ക് നോക്കാം. എവറി ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ് സിറ്റുവേഷൻ ഹാസ് സം പോസിറ്റീവ് ആസ്പെക്ട് ടു ഇറ്റ്. അപ്പൊ ഏതൊരു അൺപ്ലസന്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോസിങ് ദാറ്റ് ജോബ് ലെഡ് ഹിം ടു ഫൈൻഡ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇവൻച്വലി. അതായത് ഒരു ജോലി നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട ജോലി ഓർത്ത് നമ്മൾ വിഷമിക്കും. ചിലപ്പം അതിലും നല്ല ജോലി വരാനായിരിക്കും നമുക്ക് ആ ഒരു കാര്യം ദൈവം നമ്മുടെ അടുത്തുനിന്ന് മാറ്റിയെടുത്തത്. അപ്പൊ ആ ഒരു മീനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അപ്പൊ ഇത്രയും മീഡിയംസ് നമ്മൾ പഠിച്ചില്ലേ? ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒറ്റ വാക്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. ബ്രേക്ക് എ ലെഗ് അതായത് ലെക്കിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് ബീറ്റ് അറൌണ്ട് ദ ബുഷ്, അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, സ്ട്രെയിറ്റ് ഫോർവേഡ്, കം ടു ദ പോയിന്റ് എന്ന് പറയത്തില്ലേ? വളഞ്ഞു ചുറ്റാതെ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരിക. അടുത്തത് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത്. ഗ്രീവ് എബൌട്ട് ലോസ്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുക. അതാണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. അടുത്തത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അപ്പം അൺനെസസറി ഹോപ്പ്, അൺനെസസറി ഹോപ്പ്, അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷ. ആ ഒരു കാര്യമാണ് നമുക്ക് ഒറ്റ വാക്കിൽ ഇതിന് പറയാൻ പറ്റും. അടുത്ത എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അപ്പം പോസിറ്റീവ് ഹോപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ്, ഈ ഒരു 5 ഇഡിയംസ് നമ്മൾ പഠിച്ചു. ഇനി ബാക്കി 5 ഇഡിയംസും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ മറന്നു പോയില്ലല്ലോ? എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇതൊക്കെ. പിന്നീട് നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. കാര്യം ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, എല്ലാം കയ്യിൽ നിന്ന് പോയി, ദേഷ്യം വന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി, അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. അതേ സെയിം കാര്യമാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. ഇതിൽ നമുക്ക് ബാക്ക് സ്റ്റോറി പറയാനില്ല. കാര്യം ഈ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് വെച്ചാൽ എന്താ? എല്ലാം കയ്യിൽ നിന്ന് പോയി. ടു ലൂസ് കൺട്രോൾ ഓഫ് എ സിറ്റുവേഷൻ ബിക്കം അൺമാനേജബിൾ. നമ്മുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ അൺമാനേജബിൾ ആവുന്നതിനെയാണ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ദ സിറ്റുവേഷൻ ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ് വെൻ മോർ പീപ്പിൾ ജോയിൻ ദ ആർഗ്യുമെന്റ്. അപ്പൊ അത് എപ്പോഴും ഉണ്ടാവാറില്ല അല്ലേ? രണ്ടുപേര് തമ്മിലുള്ള ആർഗ്യുമെന്റ്, അതിലേക്ക് മൂന്നാമത് ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഉള്ള ഒരു പ്രശ്നം പിന്നെ വലുതാവേ ഉള്ളൂ. ആ ഒരു കാര്യമാണ് പറയുന്നത്. കുറച്ചധികം ആളുകളും കൂടെ ആർഗ്യുമെന്റിലേക്ക് ജോയിൻ ചെയ്തപ്പോഴേക്കും സിറ്റുവേഷൻ ഗോട്ട് ഔട്ട് ഓഫ് ഹാൻഡ്, സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയി, പ്രശ്നം വലുതായി. ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. അടുത്തത് കട്ട് ടു ദ ചേസ്. നമ്മള് ഈ ഡയറക്ടേഴ്സ് ഒക്കെ കട്ട് പറയുന്നത് എപ്പോഴാ? അത് അവർക്ക് വേണ്ടുന്ന ആ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞു, അടുത്തത് ഡയറക്റ്റ് ആയിട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ അടുത്ത ഷോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ കട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് കട്ട് ടു ദ ചേസ് എന്ന് പറയുന്നത്. ടു ഗെറ്റ് ടു ദ പോയിന്റ് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ടു ഫോക്കസ് ഓൺ വാട്ട്സ് ഇമ്പോർട്ടന്റ്. എന്താണോ ഇമ്പോർട്ടന്റ് അതിൽ ഫോക്കസ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെറുതെ സമയം കളയുന്ന കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനെയാണ് കട്ട് ടു ദ ചേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ലെറ്റ്സ് കട്ട് ടു ദ ചേസ്, വി നീഡ് ടു ഡിസ്കസ് ദ ബഡ്ജറ്റ് കട്ട്സ് ഇമ്മീഡിയറ്റ്ലി. അപ്പം വേഗം തന്നെ ഈ ടോപ്പിക്ക് മാറ്റിയിട്ട് നമുക്ക്
ബജറ്റ് കട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി കറക്റ്റ് പോയിന്റിലേക്ക് വരിക. ആ ഒരു മീനിങ്ങിലാണ് കട്ട് ടു ദ ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ്. നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അപ്പോഴത്തെ ചൂടില്, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ, ആ ഒരു മീനിങ് ആണിത്. ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ്, ആ മൊമെന്റിലെ, ആ നിമിഷത്തിലെ ഹീറ്റ്, ചൂട്, അപ്പോഴത്തെ ഒരു ചൂടിൽ. അപ്പൊ ഇതിന്റെ മീനിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓവർവെൽംഡ് ബൈ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ടിങ് വിത്തൗട്ട് തിങ്കിങ് ഡ്യൂ ടു ഇമോഷൻ. അതായത് സംഭവിക്കുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താ പറയാ, ഓവറായിട്ട് നമ്മൾ എന്താ പറയാ, നമ്മൾ ഉള്ളിലേക്ക്, അതായത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് അത് മനസ്സിലേക്ക് എടുക്കുക. ആക്ടിങ് വിത്തൗട്ട് തിങ്കിങ് ഡ്യൂ ടു ഇമോഷൻ, അതായത് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഓവർവെൽമിങ് ആയിട്ട് നമ്മൾ ആ ഇമോഷൻസിനായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, അതിലേക്ക് നമ്മൾ ആശ്രയിച്ചിട്ട് നമ്മളെ ബാക്കി കാര്യങ്ങളെല്ലാം അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു മീനിങ് ആണ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ്. അവിടെ ഇവിടുത്തെ എക്സാമ്പിൾ, ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് ഹി സെഡ് തിങ്സ് ഹി ലേറ്റർ റിഗ്രറ്റഡ് ഡീപ്ലി. അതായത് അപ്പോഴത്തെ ഒരു ചൂടിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവൻ പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. അതാണിത്. ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് ഹി സെഡ് തിങ്സ് ഹി ലേറ്റർ റിഗ്രറ്റഡ് ഡീപ്ലി. ഓക്കെ, അടുത്തത് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ബാൻഡ് വാഗൺ വെച്ച് കഴിഞ്ഞാൽ എന്താ, ബാൻഡ് വാഗണിലേക്ക് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ, ബാൻഡ് വാഗണിൽ കയറുക. അതിന്റെ അർത്ഥം എന്താണ്? ബാൻഡ് വാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടാകുമ്പം ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു എന്താ പറയാ, ഒരു വാഗണിൽ ബാൻഡുകളും സർക്കസും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. ആ ഒരു ഇതിനെ പറയുന്നതാണ് ബാൻഡ് വാഗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി ദാറ്റ് ഹാസ് ബിക്കം ഫാഷനബിൾ. ഫാഷനബിൾ ആയിട്ട് മാറി എന്തെങ്കിലും ഒരു കാര്യം, ഒരു ട്രെൻഡിനെ നമ്മൾ ഫോളോ ചെയ്യുക. ഇപ്പൊ നടക്കുന്ന കാര്യമാണല്ലോ അല്ലെ, ഒരു ട്രെൻഡ് വരും, അതിനെ ഫോളോ ചെയ്യും. ആ ഒരു മീനിങ്ങിലാണ് ഈ എക്സ്പ്രഷൻ പറയുന്നത്, ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ഓക്കെ, അടുത്തത് സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ്, സ്പിൽ എന്ന് വെച്ചാൽ എന്താ, തട്ടിപ്പോവുക, ഒരു മീനിങ് ആണ് സ്പിൽ ദ ബീൻസ്. അവിടെ ഇതിന്റെ മീനിങ് നോക്കാം. ടു റിവീൽ സീക്രറ്റ് ഓർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അൺഇൻറ്റൻഷനലി ഓർ ഡെലിബറേറ്റ്ലി. അത് അൺഇൻറ്റൻഷനലി ആയിട്ട് നമ്മൾ ഓർക്കാതെ എന്തെങ്കിലും ഒരു സീക്രട്ട് റിവീൽ ആവുക, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം റിവീൽ ആവുക, അതിനാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. മീനിങ് എന്ന് വെച്ചാൽ പണ്ട് ഗ്രീക്ക് എലക്ഷൻസ് ഉണ്ട്, ഗ്രീസിൽ ഉണ്ടാവുന്ന നടത്തി വരുന്ന ഇലക്ഷൻസിൽ വോട്ട് ചെയ്തിരുന്നത് ഓരോ കളർ ബീൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അത് വെച്ചിട്ടായിരുന്നു വോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബീനിന്റെ ആ ഒരു പില്ല് തട്ടി പോകുമ്പോഴേക്കും, അത് സ്പിൽ ഔട്ട് ആവുമ്പോഴേക്കും ആ ഒരു സീക്രട്ട് ഒക്കെ അപ്പൊ വെളി വന്നില്ലേ, എല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചിരുന്ന കാര്യം എല്ലാവരും അറിയൂലേ. ആ ഒരു മീനിങ്ങിലാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. ടു റിവീൽ സീക്രട്ട് ഓർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ അൺഇൻറ്റൻഷനലി ഓർ ഡെലിബറേറ്റ്ലി. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഷീ spill the beans about the surprise party. ആ സർപ്രൈസ് പാർട്ടിയെ കുറിച്ചുള്ള ആ ഒരു സീക്രട്ട് അവൾ അറിയാതെ പറഞ്ഞു പോയി. ആ ഒരു മീനിങ്ങിലാണ് she accidentally spilled the beans about the surprise party. ഓക്കെ, അപ്പൊ ഇത്രയും ഇഡിയംസും കൂടെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ ഇത് നമുക്ക് ഒരു ഒറ്റ വാക്കി പറഞ്ഞു നോക്കാം. ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹാൻഡ്, ടു ലോസ് കൺട്രോൾ. അടുത്തത് കട്ട് ടു ദ ചേസ്, straight to the point. Straight to the point. അടുത്തത് in the heat of the moment. എന്താ പറയാ, unplanned actions എന്ന് പറയാം അല്ലേ, unplanned actions. അടുത്തത് jump on the bandwagon, following a trend. Following a trend. അടുത്തത് spill the beans, reveal secret. ഇതുപോലെ ആക്സിഡന്റലി സീക്രട്ട് റിലീവ് ആവുന്ന ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമ്മൾ വേറൊരു ഇഡിയം പഠിച്ചല്ലോ ഫസ്റ്റ് സെഷനിൽ. അത് ഏതായിരുന്നു? ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അതേ മീനിങ് ആണ് ഇവിടെ വരുന്നത്, spill the beans to mean reveal secret. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അത് വൊക്കാബുലറി ആണ്, സിനോണിയംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ വേർഡ് ആണ് assuage. assuage അതായത് സമാധാനിപ്പിക്കുക ഒരാളെ, വിഷമത്തിലിരിക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ വിഷമം കുറയ്ക്കുക, അവരെ എന്താ പറയാ കുറച്ച് കംഫർട്ടബിൾ ആക്കുക, അവരുടെ പെയിൻ റിലീഫ് കൊടുക്കുക, ആ ഒരു കാര്യമാണ് assuage എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതൊരു verb ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ടു മേക്ക് ആൻ അൺപ്ലസന്റ് ഫീലിംഗ് ലെസ് ഇന്റൻസ് ഓർ സിവിയർ.
അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എലിവിയേറ്റ്, അതൊക്കെ ഇതിന്റെ സിനോണിയംസ് ആണ്. എലിവിയേറ്റ്, മിറ്റിഗേറ്റ്, ഇതൊക്കെ ഇതിന്റെ സിനോണിയംസ് ആണ്. എലിവിയേറ്റ് അതുപോലെ മിറ്റിഗേറ്റ്. അടുത്തത് ബെനവലന്റ്. ബെനവലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, കൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര ദയുള്ള, ചാരിറ്റബിൾ ആയിട്ടുള്ള, എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ്, അതിനെയൊക്കെയാണ് ബെനവലന്റ് എന്ന് പറയുന്നത്, ബെനവലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കൈൻഡ്, ചാരിറ്റബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അതൊരു അഡ്ജക്റ്റീവ് ആണ്, അതൊരു ക്വാളിറ്റി ആണല്ലേ ഒരാൾക്കുള്ള. അപ്പം വെൽ മീനിങ്, കൈൻഡ്ലി ആൻഡ് ചാരിറ്റബിൾ ഇൻ നേച്ചർ. അപ്പം ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ചാരിറ്റബിൾ ആയിട്ടുള്ള ആളെ പറയുന്ന ഒരു വേർഡ് ആണ് ബെനവലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കപ്രീഷ്യസ്, ഗിവൺ ടു സഡൻ അൺഅക്കൗണ്ടബിൾ ചേഞ്ചസ് ഓഫ് മൂഡ് ഓർ ബിഹേവിയർ. മൂഡ് സ്വിങ്സ് ഇല്ലേ, പെട്ടെന്ന് സ്വഭാവം മിനിറ്റിന് മാറുക, നമ്മുടെ മൂഡ് ചേഞ്ച് ആവുക, ആ ഒരു മൂഡ് ഷിഫ്റ്റിനെ പറയുന്നതാണ് കപ്രീഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സഡൻ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ എന്താ പറയാ, അൺകൺട്രോളബിൾ എന്നൊക്കെ പറയാം, അൺകൺട്രോളബിൾ. ഓക്കെ, അടുത്തത് മെറ്റിക്കുലസ്, ഷോയിങ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ്. ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക, ആ ഒരു മീനിങ് ആണ് മെറ്റിക്കുലസിന് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കെയർഫുൾ, ഡിലിജന്റ് ഇതൊക്കെ പറയാം. അതാണ് മെറ്റിക്കുലസിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ മെറ്റിക്കുലസ് സ്റ്റുഡന്റ് ഓൾവേസ് ഡബിൾ ചെക്സ് ദെയർ വർക്ക് ഫോർ ആക്യുറസി. ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള സ്റ്റുഡന്റ് എപ്പോഴും അവരുടെ വർക്ക് ശരിയാണോ എന്ന് പിന്നെയും ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യും. അപ്പൊ അത് ഭയങ്കര ഒരു കെയർഫുൾ ആണ്, ഭയങ്കര എപ്പോഴും എന്താ പറയുക, അറ്റൻറ്റീവ് ആണ്. ആ ഒരു മീനിങ് ആണ് മെറ്റിക്കുലസിന് വരുന്നത്. കെയർഫുൾ, ഡിലിജന്റ് ഇതൊക്കെ അതിന്റെ സിനോണിയംസ് ആണ്. ഷോയിങ് ഗ്രേറ്റ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ്. അപ്പൊ പ്രിസൈസും ഇതിന്റെ ഒരു സിനോണിയം ആണ്. ഓക്കെ, അടുത്തത് എലൂസിഡേറ്റ്. എലൂസിഡേറ്റ് എന്ന് പറയുന്നത് ടു മേക്ക് സംതിങ് ക്ലിയർ ബൈ എക്സ്പ്ലെയിനിങ് ഇറ്റ് thoroughly. എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര തറോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആക്കി മാറ്റുക, ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കുന്ന ആ ഒരു കാര്യത്തെയാണ് എലൂസിഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് എക്സ്പ്ലെയിനിങ് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഇതൊക്കെ പറയാം. ഡിസ്ക്രൈബ് ഇതെല്ലാം അതിന്റെ സിനോണിയംസ് ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ എലൂസിഡേറ്റഡ് ദ കോംപ്ലക്സ് കോൺസെപ്റ്റ് ബ്രില്യൻ്റ്ലി. എന്തെങ്കിലും ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, ടഫ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ടീച്ചർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് ദ ടീച്ചർ എലൂസിഡേറ്റഡ്. ആ വേർഡ് അവിടെ യൂസ് ചെയ്ത കണ്ടോ, എലൂസിഡേറ്റഡ് ദ കോംപ്ലക്സ് കോൺസെപ്റ്റ് ബ്രില്യൻ്റ്ലി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് 5 വേർഡ്സ് നോക്കാം. അടുത്തത് ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഷ്യബിൾ ആയിട്ടുള്ള, എല്ലാവരുമായിട്ടും പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരു എക്സ്ട്രോവേർട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ ആണ് ഗ്രിഗേറിയസ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. ഫോണ്ട് ഓഫ് കമ്പനി, ഔട്ട് ഗോയിങ് ആൻഡ് സോഷ്യബിൾ ബൈ നേച്ചർ. ഭയങ്കര ഔട്ട് ഗോയിങ് ആയിരിക്കും, അതുപോലെ ഭയങ്കര കമ്പനി, എല്ലാവരോടും ഭയങ്കര ഒരു അപ്രോച്ചബിൾ ആയിരിക്കും, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ആ ഒരു ക്വാളിറ്റിയെ പറയുന്നതാണ് ഗ്രിഗേറിയസ് എന്ന്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ, ഹിസ് ഗ്രിഗേറിയസ് പേഴ്സണാലിറ്റി മേഡ് ഹിം പോപ്പുലർ എവ്രിവെയർ. അയാളുടെ ഗ്രിഗേറിയസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അയാളെ എല്ലായിടത്തും പോപ്പുലർ ആക്കി മാറ്റി. മനസ്സിലായോ? ഭയങ്കരമായിട്ട് എല്ലാവരോടും മിണ്ടുമ്പോഴല്ലേ എല്ലാവരും നമ്മളെ തിരിച്ചറിയാം. ആ ഒരു മീനിങ് ആണിത്. ഹിസ് ഗ്രിഗേറിയസ് പേഴ്സണാലിറ്റി മേഡ് ഹിം പോപ്പുലർ എവ്രിവെയർ. അടുത്തത് ഇംപേറ്റുവസ്, ആക്ടിങ് ക്വിക്ലി വിത്തൗട്ട് തോട്ട് ഓർ കെയർ. ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട്, ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുക ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഇംപേറ്റുവസ് എന്ന് പറയുന്നത്. ആക്ടിങ് ക്വിക്ലി വിത്തൗട്ട് തോട്ട് ഓഫ് കെയർ ഓർ ഇമ്പൾസീവ്. അപ്പൊ ഇതിനെ നമുക്ക് ഇമ്പൾസീവ് എന്ന് പറയാം. ഇമ്പൾസീവ്. ഓക്കെ, എക്സാമ്പിൾ, ഹിസ് ഇംപേറ്റുവസ് ഡിസിഷൻ ലെഡ് ടു അൺഎക്സ്പെക്ടഡ് കോൺസിക്വൻസസ്. അവന്റെ എടുത്തു ചാടിയുള്ള ഒരു ഡിസിഷൻ പല പ്രശ്നങ്ങൾക്കും വഴിവെച്ചു. ആ ഒരു സെന്റൻസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹിസ് ഇംപേറ്റുവസ് ഡിസിഷൻ. ഓക്കെ, അടുത്തത് ജൂബിലന്റ്, ഫീലിംഗ് ഓർ എക്സ്പ്രസിംഗ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ട്രയംഫ്. ഭയങ്കര ജോയ്ഫുൾ, ഭയങ്കര സന്തോഷം, അതുപോലെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ജുബിലന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ജോയ്ഫുൾ എന്ന് പറയാം. ജോയ്ഫുൾ, എക്സൈറ്റ്മെന്റ്,
എക്സൈറ്റ്മെന്റ് ഇതൊക്കെ പറയാം. ഇതൊരു ആഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് പറയുന്നത് ഫീലിംഗ് ഓർ എക്സ്പ്രസിംഗ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ട്രയംഫ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കാം. ദ ജുബിലന്റ് ഫാൻസ് സെലിബ്രേറ്റഡ് ദെയർ ടീംസ് വിക്ടറി. അപ്പൊ ഭയങ്കര ജുബിലന്റ് ആയിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഫാൻസ് അവരുടെ ടീമിന്റെ വിക്ടറി, അവരുടെ ടീമിന്റെ വിജയം ആഘോഷിച്ചു. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഈ വേർഡ് അപ്ലൈ ചെയ്തത് കണ്ടോ, ദ ജുബിലന്റ് ഫാൻസ്. ഓക്കെ, അടുത്തത് ഒബ്സൊലേറ്റ്. ഒബ്സൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയ, കാലഹരണപ്പെട്ടു എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു മീനിങ് ആണ് ഒബ്സൊലേറ്റ് എന്ന് പറയുന്നത്. നോ ലോങ്ങർ പ്രൊഡ്യൂസ്ഡ്, യൂസ്ഡ് ഓർ റെലവെന്റ്, ഔട്ട്ഡേറ്റഡ്. ഇനി അത് റെലവെന്റ് അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, ഔട്ട്ഡേറ്റഡ് ആയ ഒരു മീനിങ്ങിലാണ് ഒബ്സൊലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ടൈപ്പ് റൈറ്റേഴ്സ് ഹാവ് ബിക്കം ഒബ്സൊലേറ്റ് ടെക്നോളജി. ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നതല്ലേ, അതിപ്പോ ഒരു ഒബ്സൊലേറ്റ് ആയിട്ടുള്ള, കാലഹരണപ്പെട്ട ഒരു ടെക്നോളജിയാണ്. അതിപ്പോ ആർക്കും ആവശ്യമില്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇപ്പൊ ഇവിടെ ആ വേർഡ് അപ്ലൈ ചെയ്ത് നോക്ക്. ടൈപ്പ് റൈറ്റേഴ്സ് ഹാവ് ബിക്കം ഒബ്സൊലേറ്റ് ടെക്നോളജി. അടുത്ത ക്വിക്സോട്ടിക്. അതൊരു ന്യൂ വേർഡ് ആണല്ലേ, ക്വിക്സോട്ടിക്. എക്സ്ട്രീംലി ഐഡിയലിസ്റ്റിക്, അൺറിയലിസ്റ്റിക് ആൻഡ് ഇംപ്രാക്ടിക്കൽ ഇൻ പെർസ്യൂട്ട്. അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്വിക്സോട്ടിക് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ ഐഡിയലിസ്റ്റിക് എന്ന് പറയാം. ഐഡിയലിസ്റ്റിക്, ഇമ്പോസിബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് അതിന്റെ എക്സാമ്പിൾ, ഹിസ് ക്വിക്സോട്ടിക് ഡ്രീം സീംഡ് ഇമ്പോസിബിൾ ടു അച്ചീവ്. അയാളുടെ ക്വിക്സോട്ടിക് ആയിട്ടുള്ള ഡ്രീം എന്താ പറയാ, ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നേടാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പൊ ആ ഒരു ഡ്രീമിനെ പറഞ്ഞേക്കുന്നതാണ് ഇവിടെ ക്വിക്സോട്ടിക് ഡ്രീം. ഒരു അഡ്ജക്റ്റീവ് കണ്ടോ, ക്വിക്സോട്ടിക് ഡ്രീം സീംഡ് ഇമ്പോസിബിൾ ടു അച്ചീവ്. ഓക്കെ, അപ്പൊ നമ്മൾ സിനോണിയംസ് നോക്കി. അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ സ്പീച്ച് എപ്പോഴും സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഇത്രയും വലിയൊരു എക്സ്പ്ലനേഷന്റെ ഒരു ഒറ്റ വേർഡാണ് ഫിലോആന്ത്രോപിസ്റ്റ്, ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്. അപ്പം ഒറ്റ ഒരു വേർഡ് കൊണ്ട് നമുക്ക് ഒരു എൻറ്റയർ കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. അതിനാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തത് ഫിലാന്ത്രോപിസ്റ്റ്, എ പേഴ്സൺ ഹു പ്രൊമോട്ട്സ് വെൽഫെയർ ബൈ ഡൊണേറ്റിംഗ് മണി ടു ഗുഡ് കോസ്. നമുക്ക് ഇതിനെ എന്താ പറയാ, എ person who loves humankind. അതായത് ഫെലോ ബീങ്സിനെ, വേറെ ബാക്കിയുള്ള മനുഷ്യരെയൊക്കെ സ്നേഹിക്കുക, ആ ഒരു അങ്ങനെയുള്ള ഒരാളെ പറയുന്നതാണ് ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് മിസാന്ത്രോപിസ്റ്റ്. ഓക്കെ, മിസാന്ത്രോപിസ്റ്റ് ഇതിന്റെ ആന്റോണിയം ആണ്. അടുത്തത് ഒപ്റ്റിമിസ്റ്റ്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സൺ ഹു എക്സ്പെക്ട്സ് ദ ബെസ്റ്റ് തിങ്സ് ഇൻ ഓൾ. എല്ലാ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ്, എപ്പോഴും ഒരു പോസിറ്റീവായിട്ട്, എല്ലാം പോസിറ്റീവായിട്ട് നടക്കും, ആ ഒരു വിശ്വാസമുള്ള ഒരാളെ പറയുന്നതാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒംനീസിയന്റ്, നോയിങ് എവറിത്തിങ്, ഹാവിങ് കംപ്ലീറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഒംനി വെച്ചിട്ട് 3 വേർഡ്സ് ഇവിടെ ഉണ്ടല്ലേ. ഈ ഒംനിയുടെ മീനിങ് എന്ന് പറയുന്നത് ഓൾ, എല്ലാം, എവറിത്തിങ് എന്നൊക്കെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വേർഡ് ഈ ഒംനി എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഓർത്തോണം എല്ലാത്തിനെ കുറിച്ചും, എന്തൊക്കെയോ എല്ലാം എന്നുള്ളൊരു മീനിങ്ങിൽ വരുന്ന വേർഡ് ആണെന്ന് ഓർക്കണം. അപ്പൊ ഒംനീസിയന്റ് എന്ന് പറയുന്നത് ഇവിടെ നോയിങ് എവറിത്തിങ്, ഹാവിങ് കംപ്ലീറ്റ്, അതായത് എല്ലാത്തിനെ കുറിച്ചും അറിയാം, കംപ്ലീറ്റ് നോളജ് ഉണ്ടാവുക, അതിനെ പറയുന്നതാണ് ഒംനീസിയന്റ് എന്ന് പറയുന്നത്. അടുത്ത ഒംനിപൊട്ടന്റ്. ഒംനിപൊട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് അൺലിമിറ്റഡ് ഓർ യൂണിവേഴ്സൽ പവർ, അതായത് ഭയങ്കര എന്താ പറയാ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പവർ ഉള്ള ഒരാളെ പറയുന്നതാണ് ഒംനിപൊട്ടന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള, ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആളെ നമുക്ക് ഒംനിപൊട്ടന്റ് എന്ന് പറയാം. അടുത്തത് ഒംനി പ്രസന്റ്, അതായത് പ്രസന്റ് എവ്രിവെയർ അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു മീനിങ്ങിലാണ് ഒംനി പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, പ്രസന്റ് എന്ന് വെച്ചാൽ എന്താ, ഉണ്ടാവുക. ഒംനി എന്ന് വെച്ചാൽ എല്ലാം, ഓൾ എന്നൊക്കെയാണ്. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവുക. അടുത്തത് ഒംനി പൊട്ടന്റ്. പൊട്ടന്റ് എന്ന് വെച്ചാൽ ടാലന്റ്, പവർ എന്നൊക്കെ പറയാം. അപ്പൊ ഒംനി പൊട്ടന്റ് എന്ന് വെച്ചാൽ എല്ലാത്തിനെ കുറിച്ചും, എല്ലാ ടൈപ്പ് ഓഫ് ടാലന്റും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ടാലന്റ് ഉണ്ടാവുക, അതാണ് പറയുന്നത്. ഒംനീസിയന്റ് എന്ന് വെച്ചാൽ എന്താ, എല്ലാത്തിനെ കുറിച്ചും അറിയുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 5 വേർഡ്സ് പഠിച്ചു. അപ്പൊ അടുത്ത 5 വേർഡ്സ് നോക്കാം. altruist, a person who unselfishly cares for others. അതായത് സ്വന്തം കാര്യം പോലും നോക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക, സ്റ്റാൻഡ് ഫോർ അതേഴ്സ്, അതാണ് altruist എന്ന് പറയുന്നത്. a person who unselfishly cares for others. അടുത്തത് horticulture,
അത് നമ്മൾ കേട്ടിട്ടുണ്ടാണല്ലേ, നമുക്കിത് അറിയാം. ഹോർട്ടിക്കൾച്ചർ എന്താണ്? ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ലൈക്ക് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ എന്താ പറയാ സയന്റിഫിക് വേയിൽ ടെക്നോളജി യൂസ് ചെയ്ത് എന്താ പറയാ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത ആന്ത്രോപോളജി. ആന്ത്രോപോളജി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ്, കൾച്ചേഴ്സ് ആൻഡ് ദെയർ ഡെവലപ്മെന്റ്. അതായത് മനുഷ്യനെ കുറിച്ച് തന്നെയുള്ള ഒരു സ്റ്റഡിയാണ് ആന്ത്രോപോളജി. ഹ്യൂമൻ കൾച്ചർ, അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെന്റ്, ഹ്യൂമൻ സൊസൈറ്റീസ്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. അടുത്ത ഈഗോട്ടിസ്റ്റ്. ഈഗോട്ടിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a person who is excessively self-absorbed and talks only about themselves. ഇവിടെ ചെറിയൊരു ടെക്സ്റ്റിന്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പൊ ഈഗോട്ടിസ്റ്റിന്റെ മീനിങ് ഇതാണ്, a person who is excessively self-absorbed and talks only about themselves. ഓക്കെ, ഇതാണ് ഈഗോട്ടിസ്റ്റിന്റെ മീനിങ്. അതായത് എപ്പോഴും സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക. നമ്മൾ ഇവിടെ പഠിച്ചില്ലേ ആൾട്രൂയിസ്റ്റ്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് മീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുക, ഭയങ്കര സെൽഫ് അബ്സോർബ്ഡ് ആയിട്ടുള്ള, എപ്പോഴും തന്നെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ പറയുന്നതാണ് ഈഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊക്രാസ്റ്റിനേറ്റ്. പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഡിലേ ഓർ പോസ്റ്റ്പോൺ ആക്ഷൻ. എന്തെങ്കിലും ഒരു കാര്യം ഡിലേ ചെയ്യുക, മാറ്റി വയ്ക്കുക, പോസ്റ്റ്പോൺ ചെയ്യുക, ആ ഒരു മീനിങ്ങിലാണ് പ്രൊക്രാസ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വേർഡ്സും പഠിച്ചു. അടുത്തത് പ്രാക്ടീസ് സെഷൻ ആണേ. നിങ്ങളും ഇതിന്റെ ഒപ്പം ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അസ്വേജ് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഇവിടുത്തെ ഓപ്ഷൻ നോക്കാം. അഗ്രവേറ്റ്, സൂത്ത്, ഇഗ്നോർ, പ്രൊവോക്ക്. അസ്വേജ് ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നേ? ഒരാളെ സമാധാനിപ്പിക്കുക, റിലീഫ് കൊടുക്കുക, ആ ഒരു മീനിങ്ങിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഇവിടെ ഏതാ? നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. അത് അഗ്രവേറ്റ് ആണോ, സൂത്ത് ആണോ, ഇഗ്നോർ ആണോ, അതോ പ്രൊവോക്ക് ആണോ? ഏതാ? സൂത്ത്. ഇതാണ് അസ്വേജിന്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് ബെനവലന്റ്. ബെനവലന്റ് നമ്മൾ എന്താ പഠിച്ചത്? ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ചാരിറ്റബിൾ ആയിട്ടുള്ള ആളെ പറയുന്നതാണല്ലേ ബെനവലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാ? ക്രൂവൽ ആണോ, സെൽഫിഷ് ആണോ, ആംഗ്രി ആണോ? അല്ല, കൈൻഡ്. അടുത്തത് കപ്രീഷ്യസ്. കപ്രീഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭയങ്കര എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ആ ഒരു വേർഡാണല്ലേ, ആ ഒരു മീനിങ് വരുന്ന വേർഡാണല്ലേ കപ്രീഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഏതാ? സ്റ്റഡി ആണോ, പ്രഡിക്റ്റബിൾ ആണോ, ഇറാറ്റിക് ആണോ, കാം ആണോ? അതെ, ഇറാറ്റിക് ആണല്ലേ. അടുത്തത് മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള, ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം പറയുക, ആ ഒരു മീനിങ് ആണ് മെറ്റിക്കുലസ് എന്ന് പറയുന്നത്. ഏതാണ്? പ്രിസൈസ്. ഭയങ്കര കെയർഫുൾ എന്നല്ലേ നമ്മൾ പഠിച്ചത്. പ്രിസൈസ് എന്ന് വെച്ചാൽ എന്താ? ഭയങ്കര ഷോർട്ട് ആയിരിക്കും, പക്ഷെ അതിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആയിരിക്കൂലേ. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്രിസൈസ് ആണ്. അതാണ് ആൻസർ. അടുത്തത് എലൂസിഡേറ്റ്. അപ്പൊ എലൂസിഡേറ്റ് ഞാൻ എന്താ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞല്ലോ. ടീച്ചർ എന്തോ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം എലൂസിഡേറ്റ് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ആൻസർ? കൺഫ്യൂസ്, ക്ലാരിഫൈ, ഒബ്സ്ക്യൂർ, ഇഗ്നോർ. ഏതാണ് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള സിനോണിയം? ഇറ്റ്സ് ക്ലാരിഫൈ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെയൊക്കെ ആൻസേഴ്സ്. അടുത്ത കുറച്ച് വേർഡ്സ് ആണ്. ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് നമ്മൾ പറഞ്ഞാണ് എന്തായിരുന്നു? ആന്റി സോഷ്യൽ ആണോ, സോഷ്യബിൾ ആണോ, ഷൈ ആണോ, റിസർവ്ഡ് ആണോ? അതായത് ഗ്രിഗേറിയസ് ആയിട്ടുള്ള ആള് ഭയങ്കര പോപ്പുലർ ആയിട്ട് മാറും എല്ലാവരുടെ ഇടയിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയുള്ള ആളായിരിക്കും? യെസ്, സോഷ്യബിൾ. അപ്പൊ ഗ്രിഗേറിയസിന്റെ സിനോണിയം എന്താണ്? സോഷ്യബിൾ. അതാണ് ആൻസർ. അടുത്തത് ഇംപേറ്റുവസ്. ഇംപേറ്റുവസ് ഞാൻ എന്താ പറഞ്ഞേ? എടുത്തു ചാടുക, ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള, അല്ലേ? അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ ഏതാ? കോഷ്യസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയോടെ, തോട്ട്ഫുൾ ആണോ ചിന്തിച്ചത്? അതല്ല. റാഷ്, ഡെലിബറേറ്റ്. ഏതാണ് ആൻസർ? റാഷ് ആണ്, അല്ലേ? അടുത്തത് ജുബിലന്റ്. ജുബിലന്റ് എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞേ? ജുബിലന്റ് ആയിട്ടുള്ള ഫാൻസ് ടീമിന്റെ വിക്ടറി ആഘോഷിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതെന്താണ്? ജോയ്ഫുൾ അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ? ജോയ്ഫുൾ. അടുത്തത് ഒബ്സലേറ്റ്. ഒബ്സലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, കാലഹരണപ്പെട്ട, ഇറവലന്റ് ആയിട്ടുള്ള, അല്ലേ? അപ്പൊ ഇതിന്റെ മീനിങ്, ഇതിന്റെ ആൻസർ ഏതാണ്? ഔട്ട്ഡേറ്റഡ്. അടുത്തത് ക്വിക്സോട്ടിക്. ക്വിക്സോട്ടിക് എന്ന് എന്താ പറഞ്ഞേ? ആ വേർഡ് പോലെ തന്നെ ഭയങ്കര എന്താ പറയാ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇമ്പോസിബിൾ ആയിട്ടുള്ള ആണല്ലേ. അപ്പൊ ഇതിൽ ഏതാ? റിയലിസ്റ്റിക് ആണോ, പ്രാക്ടിക്കൽ ആണോ, ഐഡിയലിസ്റ്റിക് ആണോ, പ്രാഗ്മാറ്റിക് ആണോ? ഐഡിയലിസ്റ്റിക് ആണല്ലേ. ഈ പ്രാഗ്മാറ്റിക്കും അതുപോലെ റിയലിസ്റ്റിക്കും എല്ലാം
ക്വിക്സോട്ടിക്കിന്റെ ആന്റണിംസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. അടുത്ത നമുക്ക് ഇഡിയംസ് മാച്ച് ചെയ്യാം. ഒരു മാച്ച് ദ ഫോളോയിങ്ങിന്റെ വർക്കൗട്ട് ആണ് കേട്ടോ ഇത്. അപ്പം ആദ്യത്തത് ബ്രേക്ക് എ ലെഗ്. അപ്പൊ ഇതിൽ ഏതാ ആൻസർ? ബ്രേക്ക് എ ലെഗിന്റെ ഏതാ ആൻസർ? ലക്ക് ആണല്ലേ. ടു വിഷ് സംവൺ ഗുഡ് ലക്ക്. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 1. അടുത്തത് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. അപ്പൊ അത് ഏതാ വരുന്നേ? അത് ഞാൻ പറഞ്ഞ മെയിൻ ടോപ്പിക് വിട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് പറയുക, അതല്ലേ ബീറ്റ് അറൗണ്ട് ദ ബുഷിന്റെ മീനിങ്. അപ്പൊ ഇവിടെ ഏതാ? യെസ്, ടു അവോയ്ഡ് ദ മെയിൻ ടോപ്പിക്. അതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. അതിന്റെ ആൻസർ ഏതാ വരുന്നേ? യെസ്, കംപ്ലൈൻ അബൌട്ട് പാസ്റ്റ് ലോസ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കുക. അടുത്തത് ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അപ്പൊ അതിന്റെ മീനിങ് ഏതാ വരുന്നേ? ഡോണ്ട് മേക്ക് പ്ലാൻസ് ഓൺ സംതിങ് ദാറ്റ് ഹാസൻ ഹാപ്പൻഡ്. അതാണല്ലേ അതിന്റെ മീനിങ്. അപ്പൊ 4th. അടുത്തത് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അത് ഇറ്റ്സ് എ റേ ഓഫ് ഹോപ്പ് അല്ലേ. അപ്പൊ ഇവിടുത്തെ മീനിങ് ഏതാ? എവറി ബാഡ് സിറ്റുവേഷൻ ഹാസ് എ ഗുഡ് ആസ്പെക്ട്. അതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. അതെന്താ? കയ്യിൽ നിന്ന് പോവാ ഒരു മീനിങ് ആണല്ലേ. അപ്പൊ ഇതില് എവിടാ വരുന്നേ? ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്, ടു ലൂസ് കൺട്രോൾ. അടുത്തത് കട്ട് ടു ദ ചേസ്. കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പോയിന്റിലേക്ക് എത്തുക. അപ്പൊ ഇതിൽ ഏതാ? ഗെറ്റ് ടു ദ പോയിന്റ് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. അതാണല്ലേ 7. അടുത്തത് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ്. അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്യുക. ആ ഒരു മീനിങ് വരുന്ന ഏതാ ഇവിടെ? ഓവർവെൽംഡ് ബൈ ദ മൊമെന്റ്. അതാണല്ലേ. അപ്പൊ ആൻസർ 8th ക്വസ്റ്റ്യൻ ആൻസർ. അടുത്തത് 9. ജമ്പ് ഓൺ ദ ബാൻഡ് വോഗൺ. ട്രെൻഡ് ഫോളോ ചെയ്യുക. അതിൽ ഇത് ഏതാ? ജോയിൻ എ പോപ്പുലർ ആക്ടിവിറ്റി. ട്രെൻഡ് ഫോളോ ചെയ്യുക. അപ്പൊ 9. അടുത്ത ലാസ്റ്റത്തെ സ്പിൽ ദ ബീൻസ്. എന്തെങ്കിലും ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക. അപ്പൊ ഏതാ? ഇതാണ് ആൻസർ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തത് എ പേഴ്സൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. ഇത് ഏതാണ്? ഇതില് ഫിലാന്ത്രോപ്പിസ്റ്റ് ആണല്ലേ. അടുത്തത് വൺ ഹൂ നോസ് എവറിത്തിങ്. എല്ലാം അറിയുന്ന ആളെ എന്താ പറയുന്നത്? ഒംനീസിയന്റ്. അടുത്തത് ദ ആർട്ട് ഓഫ് ഗാർഡൻ കൾട്ടിവേഷൻ. ഇതിലേതാ? അഗ്രികൾച്ചർ ആണോ ഹോർട്ടിക്കൾച്ചർ ആണോ? ഏതാ? ഹോർട്ടിക്കൾച്ചർ. അടുത്തത് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റീസ്. ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത് ആന്ത്രോപോളജി. അടുത്തത് എ സെൽഫിഷ് പേഴ്സൺ. എന്താ പറയാ? ഈഗോട്ടിസ്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആൾട്രുയിസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നും 10 ഇഡിയംസ് പഠിച്ചു, 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, അതുപോലെ തന്നെ സിനോണിംസും പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക, എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത സെഷനിൽ നമ്മൾ അടുത്ത 30 വേർഡ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാപ്പി ലേണിംഗ്.